भीगी भीगी सड़कों पे मैं तेरा इंतजार करूं, धीरे धीरे दिल जो दिल को भर रही है वो तेरी शायरी है या कोई शायरा. അനി മിസ് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ പുതിയ എപ്പിസോഡായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നപ്പോൾ എപ്പിസോഡ് 13 ആണ്. കഴിഞ്ഞ ആഴ്ച 2 വീക്കിന് ഇടാൻ പറ്റിയില്ല. ഞാൻ ഒരു വീക്കിനാരും പറഞ്ഞത് എക്സാമിനായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പം അതിൻ്റേതായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് കഴിഞ്ഞ വീക്ക് ഇടാൻ പറ്റാത്ത. ഈ വീക്ക് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഇന്നും, അതായത് സാറ്റർഡേയും സൺഡേയും പിന്നെ നെക്സ്റ്റ് വരുന്ന സാറ്റർഡേ സൺഡേ ആയിട്ട് എപ്പിസോഡ് ഇടാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഈക്വൽ ആവുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇനി നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഇനിയുള്ളതും ഇഷ്ടമാവുന്നതിന് വിശ്വസിക്കുന്നു ഞാൻ. പിന്നെ സൗണ്ട് ചെറിയ പ്രശ്നമുണ്ട്, ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളായുണ്ട്. അപ്പോൾ സൗണ്ടിൻ്റെ കാര്യം ഒന്ന് ക്ഷമിച്ചേക്കണം മിസ്സേ. പിന്നെ ലെങ്ത്തിൻ്റെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ, അതും കൂടെ വന്നു. അപ്പോൾ ഒരുപാട് പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ കാര്യത്തിലേക്ക്. കഴിഞ്ഞ എപ്പിസോഡിൽ ലാസ്റ്റ് നിർത്തിയത് നമ്മൾ ഇപ്പോൾ അല്ലു നമ്മുടെ പ്രിയയോട് ചോദിച്ചിരുന്നു ഋഷിയുടെയും പ്രിയയുടെയും ഇടയ്ക്ക് എന്താ സംഭവിച്ചത്. അപ്പം അതെന്താ എന്നുള്ളത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. എന്താ പെങ്ങളെ, നീയും ഋഷിയും തമ്മിൽ എന്തെങ്കിലും വഴക്കായോ? അത് പിന്നെ ചേട്ടനറിയാലോ, മുന്നേ ഇതുപോലെ പ്രശ്നം ഉണ്ടായി. അതേ സെയിം ഇൻസിഡൻ്റ് തന്നെ. ഞാൻ പറഞ്ഞാണ് അവനോട് ഇനി മേലെ ഇത് കാണിക്കരുത്. അതേപോലെ തന്നെ വീണ്ടും സംഭവിച്ചു. അതുകൊണ്ട് ബെറ്റർ ഞാൻ വിചാരിച്ചു ഇനി ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് വേണ്ടാന്ന്. അപ്പോൾ അടി ഉണ്ടാക്കിയാലും പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇതെന്താണ് വീണ്ടും തന്നെയല്ലേ? ശരി, എന്നാലും പ്രശ്നത്തിൽ കൂടെ ക്ഷമിച്ചൂടെ നിനക്ക്? ഇല്ല ചേട്ടാ, അത് ശരിയാവില്ല. ഞാൻ ഏതൊരു റിലേഷനിലായാലും ഞാൻ ഒരു ചാൻസേ കൊടുക്കും. അതിന് ഫ്രണ്ട്ഷിപ്പ് ആയാലും എന്തായാലും അതുപോലെ ഞാൻ കാണിച്ചിട്ടുള്ളൂ. അതിപ്പോൾ ലവിലായാലും ശരി, ഞാൻ ഒരു ചാൻസ് ഏതൊരു പ്രശ്നത്തിലും കൊടുക്കും. അത് അവൻ റിപ്പീറ്റ് ചെയ്തു. ഇനി എനിക്ക് പറ്റില്ല. എന്നാലും ഒരിക്കൽ കൂടി വേണ്ട ചേട്ടാ, ഇതിൻ്റെ വലിയ ടോക്ക് നമുക്കിടയിൽ വേണ്ട. ഇനി ചേട്ടൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് പറയാൻ വന്നതാണെങ്കിൽ ഓക്കെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ ഫോഴ്സ് ചെയ്യുന്നുമില്ല. ചേട്ടനും പോവാണെങ്കിൽ. ഏയ് പെങ്ങളെ, എന്തൊക്കെയായി പറയണേ? അങ്ങനെയൊന്നുമില്ല, ഞാൻ പോകുന്നൊന്നുമില്ല. ശരി, അത് വിട്, അത് നിൻ്റെ കാര്യം. ഇനി ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. നിനക്ക് നിൻ്റെ ഇഷ്ടം ചെയ്യാം. എന്നാൽ ശരി, നമുക്ക് ആ ടോപ്പിക്ക് വിടാം. എനിക്കിപ്പോൾ ക്ലാസ് ഉണ്ട്, ഞാൻ പോവാണ്. പിന്നെ സംസാരിക്കാം. ഓക്കെ പെങ്ങളെ, എനിക്ക് ക്ലാസ് ഉണ്ട്, ഞാനും പോവാം. പിന്നെ കാണാം. രേഷ്മതി വന്നോ? സമാധാനമായി. ഞാൻ കരുതി ഞാൻ ഒറ്റയ്ക്കായിരിക്കും. ആടാ വന്നു. എന്താ ഇന്ന് ആരും ഇല്ല? അതേടാ, ഹ്യൂമാനിറ്റീസിൽ നമ്മൾ മാത്രമേ കണ്ടുള്ളൂ. കൊമേഴ്സിലാരും കണ്ടില്ല. സയൻസിൽ കുറച്ച് പേര് വന്ന്. പിന്നെ അതെ, നീരവായിരുന്നു. എടേ, എൻ്റെ ഇന്ന് ആരും ഇല്ലേടേ. ഞാൻ മാത്രമേ ഉള്ളല്ലേ ഈ കൊമേഴ്സിന്ന്? അതേടാ, ആരും ഇല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ സയൻസിൽ കുറച്ച് പേര് വന്നെന്ന് പ്രിയ പറഞ്ഞു. വരാതിരുന്നാ മതിയായിരുന്നു. വന്ന് വെറുതെ. സാരമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. കമ്പ്യൂട്ടർ പീരീഡ് അല്ലേ ഇത്? ടീച്ചർ വന്നാൽ നോക്കട്ടെ, നമുക്ക് അങ്ങോട്ട് പോകണ്ടേ ലാബിൽ. അതിന് ടീച്ചർ ഫ്രീ ആണോ? ടീച്ചർ എന്താ ഡ്യൂട്ടി നിൽക്കുമല്ലായിരുന്നോ? ഞാൻ വന്നപ്പോൾ എന്താ ഹോളിൽ നിൽക്കുന്ന കണ്ടു. അങ്ങനെയാണോ? ഞാൻ ഒന്ന് നോക്കട്ടെ, ചോദിച്ചിട്ട് വരാം. നിങ്ങളിവിടെ നിൽക്കുക. എന്താണ് നിരവേ, വന്നാൽ ശരിയായില്ലേ? എന്നാൽ പിന്നെ അത് കഴിഞ്ഞ് പൊക്കൂടായിരുന്നു. എന്തെങ്കിലും ക്ലാസ്സിലേക്ക് വന്നാൽ എന്തായാലും അറ്റൻഡൻസ് എടുത്തിട്ടില്ല, അപ്പോൾ പിന്നെ ഇപ്പോഴും പോവാം. എടി, അത് ഞാൻ ഇപ്പോഴത്തെ ഇതിൽ ചുമ്മാ പറഞ്ഞേ. ചുമ്മാ പറഞ്ഞതാ? ഓ ശരി ശരി. എടാ വാ, ടീച്ചർ ഇല്ല. ശരിയാ, നമ്മളിടുത്ത് 10th ആ ക്ലാസ്സിൽ ഇരിക്കാൻ പറഞ്ഞു. സബ്സ്റ്റിറ്റ്യൂഷൻ ടീച്ചർ വരുമെന്ന്. പിന്നെ ബയോ കമ്പ്യൂട്ടർ ആരോടെ ഇരിക്കാൻ പറഞ്ഞു. അതിന് ബയോ കമ്പ്യൂട്ടറിൽ ആരൊക്കെ ഉണ്ട്? അത് അഞ്ചും ഉണ്ട്, അനുവും ഉണ്ട്, വേറെ ആരും ഇല്ല. അയ്യോ, അപ്പൊ അവിടെയും ബോയ്സ് ആരും ഇല്ലേ? ബോയ്സ് ബയോ കമ്പ്യൂട്ടർ ആരും വന്നില്ല. കമ്പ്യൂട്ടർ മാത്സേ ഉള്ളൂ. അങ്ങനാണ്. ഓഫ്, എന്നാ പിന്നെ അല്ലേ വേണ്ട, നിങ്ങളുടെ കൂടെ വന്നിരിക്കും. എടാ രേഷ്മ, ഈ പ്രിയക്ക് നമ്മുടെ 12th രാജ്യത്തിന് ഇഷ്ടമാണെന്നുള്ള കാര്യം അവൾ ചെന്ന് പറഞ്ഞോ? ഏയ്, അവള് പറഞ്ഞൊന്നുമില്ല. അതിനിടയ്ക്ക് നീ പറഞ്ഞ? എടാ അങ്ങനൊന്നും ഇല്ല. അങ്ങനൊന്നും ഇല്ലെന്നോ അതോ പറയാൻ പേടിയാണെന്നോ? എടാ ഞാനിപ്പോൾ എന്തോ പറയാ, ഞാനിതുവരെ അങ്ങനെ കൺഫേം ആക്കിയിട്ടില്ല. പാട്ട് കേട്ടപ്പോൾ എന്തോ എനിക്ക് തോന്നി എന്നുള്ളത് നേരാ. പക്ഷെ അത് എന്താണെന്ന് നീ ഇതുവരെ കൺഫേം ആക്കിയിട്ടില്ല. അതൊന്നും ശരിയാകത്തില്ല, നീ അത് വിട്.
എടാ ഞാൻ പറയണത് നീ അങ്ങനെ അങ്ങ് വിട്ട് കളയണ്ട. ടൈം ഉണ്ടല്ലോ, ആലോചിക്ക്. ഇനിയിപ്പോൾ ആനുവൽ ഡേ വരുമല്ലേ, അന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ നോക്കാം. നീ നല്ലപോലെ ഒന്ന് ആലോചിക്ക്. ആ ഓക്കെ, എന്നാലും അപ്പോഴല്ലേ നമുക്ക് നോക്കാം. അങ്ങനെയൊന്നുമില്ല, നീ പറയണം. അല്ല, ഒരു കാര്യം ചെയ്യാം, പറയാനല്ലേ പേടി കാണുന്നു. ലെറ്റർ എഴുതി കൂടെ, ഞാൻ കൊണ്ട് കൊടുക്കാം. ശരിയാ, അത് നല്ലൊരു ഐഡിയ. പ്രിയ, എങ്ങനെയാ നമുക്ക് എഴുതിയാലോ? എഴുതിയാലോ ശരിയല്ലോ. ഒന്നാമത് ഹാൻഡ് റൈറ്റിംഗ് ശരിയാ. ശരി, നിങ്ങളത് എന്തൊക്കെയാ പറയണം? വേണ്ട, അങ്ങനൊന്നും ഇല്ല. ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ അതിന്. ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ കാര്യമാണോ പ്രശ്നം? അത് ഞാൻ എഴുതി തരാമല്ലോ. അത് തന്നെ, രേഷ്മ ഇരിക്കുകയല്ലേ, നമുക്ക് സെറ്റാക്കാം. നീ പറഞ്ഞോ നിനക്ക് തോന്നിയതൊക്കെ, അവൾ അത് അതിൽ എഴുതിക്കോളും. എടാ കളിക്കല്ലേ, വേണ്ടടാ, വിട്ടേക്കാതൊന്നും. ഇവളിത് ശരി, നമുക്ക് ഒന്ന് വെറുതെ എഴുതി നോക്കിയാലോ? സപ്പോസ് നീ എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതും എന്നുള്ളത്. എടാ അത് വേണോ? വേണ്ടടാ, വിട്ടേക്ക്. ചുമ്മാ എഴുതാനല്ലേ, നമുക്കൊന്ന് എഴുതി നോക്കാനേ. വേണ്ടടേ, എനിക്ക് അറിഞ്ഞൂടാ അങ്ങനെ ഒന്നും എഴുതാൻ. എന്നാ ഒരു കാര്യം ചെയ്ത്, എനിക്ക് എന്നാ തോന്നിയത് പറ. നീരവേ നീ സെന്റൻസ് ആക്കി എനിക്ക് പറഞ്ഞു. ഓഹോ, അങ്ങനെയാണോ? ശരി പ്രിയ, നിനക്ക് എന്താ തോന്നി, നീ അത് പറ. അപ്പൊ ഇത്ര മതിയല്ലോ. ഇത് ഞാൻ കൊണ്ട് കൊടുക്കാം. കളിക്കല്ലേ, കൊടുക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, ചുമ്മാ ഇതെന്നു പറഞ്ഞോ. അതന്നെ കൊടുക്കൂല, നിനക്കെന്നെ വിശ്വസിക്കാം. ഇന്നാ നിന്റെ പേപ്പർ, നീ കുറെ ചോദിച്ചല്ലേ, ഇതാ എടുത്തോ. ഞാൻ അവരെ കാണിച്ചിട്ടുണ്ടേ. അല്ല, നീ ഇപ്പൊ എന്താ പറഞ്ഞേ? അത് പിന്നെ പേപ്പർ ഞാൻ അവനെ കാണിച്ചു. എന്തുവാടാ, നീ അല്ലേ നിന്നെ വിശ്വസിക്കാൻ, നീ കാണിക്കൂലെന്ന് പറഞ്ഞേ? ഇതൊക്കെയല്ലേ ഒരു രസം, വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ കാർത്തി എടുത്ത് വായിച്ച് ക്ലാസ് മൊത്തം കേട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ അവനെ കേട്ടിട്ടുണ്ട്, കുഴപ്പമില്ല. ഞാൻ ആനുവലിലേക്ക് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു, അതുകൊണ്ട് ആനുവലിലേക്ക് പറഞ്ഞു. അപ്പൊ ശരി, ഞാനത് അങ്ങോട്ട് പോകണം. അയ്യോ, ഇവനെ കൊണ്ട് ഞാനിനി ആ പാട്ടാൻ്റെ മുഖത്തെങ്ങനെ നോക്കും? തൽക്കാലത്തേക്ക് നോക്കണ്ട, എളുപ്പമായില്ലേ. ഇവളിത് ഇന്ന് പോയെ കഴിക്കാൻ നോക്ക്, പിന്നത്തെ കാര്യം പിന്നെ നോക്കാം. രേഷ്മ, ഹിസ്റ്ററി ടീച്ചർ ഇന്ന് വന്നായിരുന്നോ? എന്താ 3 പീരീഡ് എന്തോ ഉണ്ട്? രേഷ്മ, നിന്നോടാ ചോദിക്കുന്നത്. നീ എന്താ ഈ ആലോചിച്ചോണ്ടിരിക്കുന്നത്? രേഷ്മ, ആ എന്താടാ കാര്യം? നിനക്ക് എന്താ പറ്റിയ? മുഖം നല്ല ചുമന്നിട്ടുണ്ടല്ലോ. ഡി സത്യം പറ, എന്താ സംഭവം? കുറെ നേരമായിട്ട് നീ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണല്ലോ, കാര്യം പറ. അത് പിന്നെ അപ്പോൾ മിസ്സിന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ലെങ്ത്തിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. പിന്നെ സൗണ്ടിൻ്റെ കാര്യം നിങ്ങളൊന്ന് ഇന്നത്തേക്ക് ക്ഷമിച്ചേക്കണം. അപ്പോൾ നമുക്കിനി നാളെ കാണാം. ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി സൺഡേ ഞാനൊരു എപ്പിസോഡ് ഇടുന്നതായിരിക്കും. നെക്സ്റ്റ് വീക്കും അതുപോലെ ഉണ്ടായിരിക്കും. അപ്പോൾ ഓൾറെഡി എപ്പിസോഡ് ഈക്കലാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്കിനി ആവശ്യമാണ്. അപ്പോൾ എന്താ സംഭവം എന്നുള്ള രേഷ്മ പറയൂ, എന്താണെന്നുള്ളതൊക്കെ നമുക്കിനി നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അപ്പോൾ നമുക്കിനി നാളെ കാണാം. അപ്പോൾ അതുവരെയ്ക്കും ബൈ, കം സ്വാമിത.